അച്ഛാ അതുപോലെ തന്നെ ഈ പണ്ടൊക്കെ പുറം രാജ്യങ്ങളിലായിരുന്നു ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ കൾച്ചർ ഉണ്ടായിരുന്നത്. ഇപ്പം അത് ഇവിടെയും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡേറ്റിംഗ് ആ ഒരു സ്റ്റേജിൽ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവുക, അല്ല ഒരു ബീച്ചിൽ പോവുക, അല്ല ഒരു മൂവി നൈറ്റിന് പോവുക, അല്ല ഒരു ഷോപ്പിങ്ങിന് പോവുക. അപ്പം അങ്ങനെ പോകുന്ന വഴി നമ്മൾ ആ വ്യക്തിയായിട്ട് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, കൂടുതൽ പരിചിതമാവുന്നു. അപ്പം അതിനുശേഷം അന്നേരം ചിന്തിക്കും, ഓക്കെ ഈ വ്യക്തി എനിക്ക് പറ്റിയതാണ്, ഇനി ഒരു കമ്മിറ്റ്മെന്റിലോട്ടാകാം, ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ടാകാം. അപ്പോഴും വിവാഹം എന്ന ചിന്തയിലോട്ട് എത്തുന്നില്ല, കമ്മിറ്റ്മെന്റിലോട്ടാകാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നു. ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പം ഈ ഈ ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ തോന്നുമായിരിക്കും, അയ്യോ ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ചേരുന്നല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാനും സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ ആപ്പുകളും ഉണ്ട്, ഡേറ്റിംഗ് ആപ്പുകൾ. ഇപ്പം എന്തോ ക്രിസ്ത്യൻ ആപ്പുകൾ വരെ അവൈലബിൾ ആണ് ഇപ്പം കറന്റ്ലി. അപ്പം ഇങ്ങനെ എന്താ പറയുക, ആളുകളെ തപ്പി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ പാരലായിട്ട് രണ്ടും മൂന്ന് പേരുമായിട്ട് ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്ന അവസ്ഥകളും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഡേറ്റിംഗ് കൾച്ചറിനെ പറ്റി സഭ എന്താണ് പറയുന്നത്? സഭ ഇതിനെ അനുവദിക്കുന്നുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതിന് പരിമിതികളൊക്കെ ഉണ്ടോ? നമുക്ക് ഡേറ്റിംഗ് എന്നുള്ള ഒരു കാര്യത്തിന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊരു നിയമമില്ല. കാരണം അതൊരു പുതിയ കാലത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറമായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡേറ്റിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരാളായിരിക്കണം. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള കഴിയുന്ന ഒരു തിരിച്ചറിവിൻ്റെ പ്രായം ഉണ്ടാവണം, സ്വന്തം കാലിൽ നിൽക്കണം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ഒരു വിവാഹത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്കിലൂടെയും ഉദ്ദേശിക്കുന്നത് ഒരു സമയം പോക്ക് അല്ലേ, ഒരു ടൈം പാസ് എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഷ്വലായിട്ടുള്ള ബന്ധങ്ങളെ സഭ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ നമ്മളൊരു സീരിയസ് ആയിട്ട് ഇപ്പൊ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഡേറ്റിംഗ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായിരിക്കില്ലല്ലേ? തീർച്ചയായിട്ടും പ്രണയങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ ഡേറ്റിംഗ് തീർച്ചയായിട്ടും അവിടെ എപ്പോഴും ഒരു അതിർവരമ്പുണ്ട്. അതിർവരമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രീ മാരിറ്റൽ സെക്സിലേക്ക് പോകരുത് എന്നുള്ള ഒരു അതിർവരമ്പ് അവിടെയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇയാൾ എനിക്ക് ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാറരുത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഈ പാരലായിട്ട് 2-3 പേരെ ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നത് ശരിയാണോ? ചാറ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല, ഈ ഒരു ഡേറ്റിംഗിൽ നമ്മളിപ്പോ എന്താണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ചിന്തയിലായിരിക്കില്ലല്ലോ പൂർണ്ണമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് സാധ്യമല്ല. ഞാനിപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുമായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അതിലേക്ക് വന്നാൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് കരുതപ്പെടുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരാൾക്ക് ഒരു ജീവിത പങ്കാളി, നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും ഒരാളുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ചാരിത്രശുദ്ധി എന്നുള്ള ഒരു കാര്യത്തിന് കോട്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയേറെയാണ്. പിന്നെ നമ്മളും 1, 2, 3 പേരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു എന്താ പറയുക, നമ്മൾ അയാളോട് ഒരു വിശ്വസ്തത കാണിക്കാനായിട്ടുള്ള സാധ്യത പറയാം, ഒത്തിരി കള്ളങ്ങൾ പറയാനായിട്ടുള്ള സാധ്യതയാണ്. അല്ല അച്ഛാ, അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നില്ല. ആ ഒരു തീരുമാനത്തിന് എത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ 3-4 പേരുമായിട്ടുള്ള ചാറ്റിംഗ് നടക്കുന്നത്. എല്ലാ കേസിലും അങ്ങനെ ഉണ്ടെന്ന് പറയുന്നില്ല, ചിലൊരു കേസുകളിലൊക്കെ. അപ്പം അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് കരുതി ചൂസ് ചെയ്യുന്ന ഒരു പരിപാടി രീതിയാണ് ഈ ഒരു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ പൂർണ്ണമായിട്ടും തെറ്റായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ 2-3 പേരിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവിക പദ്ധതിയോടുള്ള ഒരു ചലഞ്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയല്ല, നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു പ്രണയം,
വേണമെങ്കിൽ നമുക്കത് വാക്ക് മാറ്റാം, സ്നേഹം. ആ സ്നേഹം അത് പൂർണ്ണമായിരിക്കണം. ആ പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുമ്പോൾ, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കും. അത് സീരിയസ് അല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് നമ്മൾ രണ്ടിനും മൂന്നിനും പുറകെ പോകുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും ചീറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.